നിങ്ങൾ വന്നിരിക്കുന്നത് ചെറിയ വീഡിയോ ആയിട്ടാണ് നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇതുപോലെ ഞങ്ങൾ വീണ്ടും വേറെ വേറെ വീഡിയോകൾ ചെയ്യുന്നതാണ്. ഈ നേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേഴ്സിങ്ങിന് കയറാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഡൗട്ട് തന്നെ. പക്ഷേ നേഴ്സിങ്ങിന് കയറാൻ പറ്റും. കേരളത്തിൽ കിടത്തില്ല, പ്രൈവറ്റ് കോളേജിൽ കിട്ടത്തുള്ളൂ. അത് കർണാടകയിലും ചെന്നൈ അവിടെയുള്ള സ്ഥലത്തേക്ക് കിട്ടും. സോ NUS പഠിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം BSc നഴ്സിംഗ് അഡ്മിഷൻ കിട്ടുമോ, എഡ്യൂക്കേഷൻ ലോൺ കിട്ടുമോ, സർട്ടിഫിക്കറ്റ് വാല്യൂ ഉണ്ടോ, പുറത്തോട്ട് പോകാൻ പറ്റുമോ, അങ്ങനെ കുറേ ഡൗട്ട് ഉണ്ടായിരുന്നു. എനിക്കും അങ്ങനത്തെ കുറേ ഡൗട്ട് ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്ക് രണ്ടാൾക്കും ആ ഡൗട്ട് ഉണ്ടായിട്ടുണ്ട്. NUS പഠിച്ചിട്ട് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തത് അതുപോലെ ഞങ്ങൾക്ക് കിട്ടിയില്ല. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഞങ്ങൾ രണ്ടാളും യൂട്യൂബിലൊക്കെ കുറേ സെർച്ച് ചെയ്തിട്ടു അതിനെ കുറിച്ചിട്ട് എന്താ പറയുക, എന്താണ് ഈ ഒരു NUS എന്നുള്ളൊരു കാര്യം ഞങ്ങൾക്ക് രണ്ടാൾക്കും മനസ്സിലായിട്ടില്ല. പിന്നെ മനസ്സിലാവാത്തതും എല്ലാം നല്ല പേടിയുണ്ട് എനിക്കാണത് പഠിച്ചതിന് ശേഷം സർട്ടിഫിക്കറ്റ് കൈ കിട്ടിയിട്ട് വാല്യൂ ഇല്ലാതായാലും അങ്ങനെ നമ്മൾ കുറച്ച് ഡൗട്ടൊക്കെ ഉണ്ടായിന്. ലാസ്റ്റ് പിന്നീട് പോയി അഡ്മിഷൻ എടുത്ത് ഞാൻ നാട്ടിൽ തന്നെയാണ് അഡ്മിഷൻ എടുത്തത്. ഞാൻ പഠിക്കുന്ന സമയത്ത് 18,000 അത്രയൊരു എമൗണ്ട് വന്നിട്ടുണ്ടേനി. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NUS പഠിക്കുമ്പോൾ എത്ര സബ്ജക്റ്റ് പഠിക്കണം എന്നാണ്, 6 സബ്ജക്റ്റ് എടുക്കണം. അപ്പോൾ നഴ്സിംഗ് വേണം എന്നുള്ളൊരു കുട്ടിയാണെങ്കിൽ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ് വേണമെങ്കിൽ എടുക്കാം. മാത്സ് വേണമെങ്കിൽ എടുക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ ഇംഗ്ലീഷും മലയാളം അത് നിർബന്ധമായിട്ടും എടുക്കണം. ബയോളജിയാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹിന്ദി അതും എടുക്കാം. പിന്നെയെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രാക്ടിക്കൽ എക്സാമാണ്. പ്രാക്ടിക്കൽ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കോളേജിലാണോ അഡ്മിഷൻ പോയിട്ട് എടുത്തത് അവിടുന്ന് തന്നെ നമുക്ക് അതിൻ്റെ പ്രാക്ടിക്കൽ എന്തെങ്കിലും ഈസിയാണ്. പിന്നെ റെക്കോർഡ് കാര്യങ്ങൾ ഇതെല്ലാം ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ എക്സാം ആണെങ്കിലും എനിക്ക് തോന്നുന്നത് സ്റ്റേറ്റ് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ NUS പറയുന്നത് കുറച്ച് നല്ല രീതിക്ക് എളുപ്പമുള്ളതാണ്. ഏതൊരു കുട്ടിക്കും പാസ്സാവാനും പറ്റും. പിന്നത്തെ ഒരു കാര്യം എല്ലാവർക്കും ഉള്ളത് എക്സാം എപ്പോഴാണ്, സർട്ടിഫിക്കറ്റ് എപ്പോഴാണ്. സോ അത് പറഞ്ഞു തരികയാണെങ്കിൽ സർട്ടിഫിക്കറ്റ് മാസം കൂടുമ്പോഴാണ് എക്സാം. 6 മാസത്തിന് ശേഷമാണ് ഈ എക്സാം എഴുതാൻ പറ്റുക. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പഠിച്ച് കറക്റ്റായിട്ട് പോകുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഈ 6 മാസത്തിനുള്ളിൽ +1 സർട്ടിഫിക്കറ്റ് കയ്യിലാക്കാനും പറ്റും. വേറെ വല്ലതിന് അഡ്മിഷൻ എടുക്കാനും പറ്റും. ഇതിപ്പോൾ ഞാൻ നഴ്സിംഗ് പഠിക്കണം എന്നുള്ളൊരു കുട്ടീൻ്റെ കാര്യമാണെങ്കിലാണ് ഈ സബ്ജക്റ്റൊക്കെ പറഞ്ഞത്. പിന്നെ കൊമേഴ്സ് അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ അതിനുള്ള സബ്ജക്റ്റ് ഉണ്ട്. പിന്നത്തെ കാര്യം എക്സാം ആണെങ്കിൽ 6 മാസം കൂടുമ്പോൾ എക്സാമുണ്ട്. പിന്നെ ഈ 6 മാസത്തിൽ ഒരു എക്സാം പൊട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത ആഴ്ച തന്നെ എക്സാം എഴുതാം. പക്ഷേ കയ്യിൽ നിന്ന് എക്സ്ട്രാ ഒരു 2,500 1,800 അങ്ങനെ ആ കോളേജ് എത്രയാണോ പറയുന്നത് വെച്ചാൽ ആ ഒരു എമൗണ്ട് ഇവിടെ കൊടുക്കണം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് എപ്പോഴാണ് കിട്ടുക, 6 മാസം അല്ലെങ്കിൽ 4 മാസം അല്ലെങ്കിൽ 3 മാസം അങ്ങനെ പെട്ടെന്ന് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. എനിക്ക് കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു 4-5 മാസത്തിന് ശേഷമാണ് പോസ്റ്റ് വഴി ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് വരുന്നത്. പിന്നെ ബുക്കും വരെ നമുക്ക് പോസ്റ്റ് വഴിയാണ് വരിക, അല്ലാണ്ട് സ്ഥാപനത്തിൽ പോയി മേടിക്കാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം ഞാൻ പഠിക്കുന്ന സമയത്ത് പോസ്റ്റ് വഴിയാണ് ഈ ബുക്ക് കാര്യങ്ങളൊക്കെ വന്നത്. പിന്നെ ഈ ബുക്ക് കാര്യത്തിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ആദ്യം വേറൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഉപകാരമാവണേ ജസ്റ്റ് ഒന്ന് കാണാൻ അത്ര മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ റീസൺ എന്താ വെച്ചാൽ ഇപ്പോൾ നേഴ്സിംഗ് പഠിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് ലാസ്റ്റ് GNM-ലൊക്കെ കയറി പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും. സോ അങ്ങനെ ആർക്കും ഒരു പ്രശ്നം വരേണ്ട വെച്ചിട്ടാണ് ഞാൻ എങ്ങനെയാണ് നേഴ്സിംഗ് പഠിക്കാൻ ഇപ്പം പഠിക്കാൻ പറ്റുന്നത് അത് ഈ NUS ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയും. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ എഡ്യൂക്കേഷൻ ലോൺ കിട്ടുമെന്നുള്ളത് എല്ലാവർക്കും വലിയൊരു പേടിയുള്ള കാര്യമാണ്. ഞാൻ എൻ്റെ നാട്ടിൽ തന്നെ SBIയിലാണ് എഡ്യൂക്കേഷൻ ലോൺ അപ്ലൈ ചെയ്തത്. ഒരു 6-8 മാസത്തിന് ശേഷം ലോൺ പാസ്സായിട്ടുണ്ട്. യാതൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ കോഴിക്കോടാണ് പഠിച്ചത്. സോ കോഴിക്കോട് തന്നെയാണ് SBIയിൽ കൊണ്ടു കൊടുത്തത്. അന്നും എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്, ഈ ലോണ് കിട്ടുമോ. പിന്നെ ഇപ്പോൾ പഠിക്കുന്നതാണെങ്കിൽ കർണാടകയിലാണ് പഠിക്കുന്നത്. മെയിനായിട്ട് പറയാനുള്ളത് NUS പഠിച്ചിട്ട് ഒരിക്കലും നാട്ടിൽ നോക്കണ്ട, കർണാടക ചെന്നൈയിൽ നോക്കാവുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഡൽഹി മുംബൈ ഒക്കെ നോക്കണമെങ്കിൽ അവിടെ നോക്കാം. ഞങ്ങൾ കൂടുതൽ നോക്കിയത് കർണാടകയിൽ, പിന്നെ ചെന്നൈയിലും ഉണ്ട്, ഫ്രണ്ട്സൊക്കെ ചെന്നൈയിലൊക്കെ ഉണ്ട്. സോ അത് പറയാനുള്ള റീസൺ എന്താ വെച്ചാൽ ഒന്നാമത് സ്റ്റേറ്റ് ഉണ്ട്, CBSE ഉണ്ട്. എല്ലാവരും നാട്ടിൽ കിടക്കുമ്പോൾ ആ നാട്ടിലുള്ളവർക്ക് തന്നെ BSc നഴ്സിംഗ് ഗവൺമെൻറ് കിട്ടുന്നില്ല. സോ അപ്പോൾ എങ്ങനെയാണ് NUS പഠിക്കുന്നത് മോശമായിട്ടോ അല്ലെങ്കിൽ മാർക്കില്ലാത്തത് അങ്ങനത്തെ ഒരു ബേസും അല്ല. പക്ഷേ നമുക്ക് കിട്ടാൻ നല്ല രീതിക്ക് പ്രയാസമാണ്. കാരണം ഞാനും കൊടുത്തിട്ടുണ്ടെങ്കിൽ പക്ഷേ എനിക്ക് വന്നിട്ടില്ല. എല്ലാവർക്കും ഉള്ളതായിരിക്കും ഗവൺമെൻറ് കിട്ടുമെന്ന്. പക്ഷേ വേറെ വല്ലതും ആണെങ്കിൽ നഴ്സിംഗ് അല്ലാതെ വേറെ ഒരുപാട് ഡിഗ്രിയൊക്കെ ഇല്ലേ, അതൊക്കെ വേണമെന്ന് വെച്ചാൽ കിട്ടുന്നതാണ് തോന്നുന്നത്. പക്ഷേ എനിക്ക് അതിനെ കുറിച്ചിട്ടൊന്നും അറിയില്ല. നേഴ്സിംഗ് നോക്കുകയാണെങ്കിൽ പ്രൈവറ്റ് സ്ഥാപനത്തിൽ NUS പഠിച്ചിറങ്ങുക, നേരെ തന്നെ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കുക, അത്ര മാത്രമേ ചെയ്യാനുള്ളൂ. പിന്നെ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യമാണെങ്കിലും എല്ലാം പോസ്റ്റ് വഴി വരുന്നതാണ്. അത് അതിൽ തന്നെ കൊടുക്കുമല്ലോ.
അപ്പോൾ ഇത് ഇപ്പം NOS പഠിക്കണം അല്ലെങ്കിൽ NOS പഠിച്ചിട്ട് നഴ്സിംഗ് പഠിക്കണം അങ്ങനെയൊക്കെ ആർക്കെങ്കിലും ഉപകാരം ഉണ്ടെങ്കിലും പേടിക്കൊന്നും വേണ്ട. എന്തായാലും എഡ്യൂക്കേഷൻ ലോണും കിട്ടും, അതുപോലെ തന്നെ നല്ല രീതിക്ക് പാസ്സാവാനും പറ്റും, എല്ലാം പറ്റും. ചില ആളുകളൊക്കെ പഠിത്തമൊക്കെ നിർത്തി വീട്ടിലൊക്കെ ഇരുന്ന് ലാസ്റ്റ് ഒന്നും ചെയ്യാതിരിക്കുന്നതായിട്ട് നല്ലത് NOS ഒക്കെ പഠിച്ച് എങ്ങനെയെങ്കിലും കയറി പോകണതായിരിക്കും. ഇനിയും ഈ NOS ഫേക്കാണ് അല്ലെങ്കിൽ NOS പഠിച്ചിട്ട് ഒരു കാര്യമില്ല അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പുറത്തൊന്നും പറയാനൊന്നുമില്ല. കാരണം അങ്ങനെ തന്നെ ഇരിക്കാന്നല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല. പിന്നെ പുറത്തോട്ട് പോകുന്ന കാര്യമാണെങ്കിലും ഇപ്പം നഴ്സിംഗ് പഠിച്ചതിന് ശേഷം പുറത്തോട്ട് പോകാൻ വലിയ പ്രയാസം കാര്യം ഒന്നും ഉണ്ടാവില്ല. അതൊക്കെ പിന്നീട് എന്താ പറയുക, അതൊക്കെ പോയതിന് ശേഷമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെ അഡ്മിഷൻ എടുത്ത് അല്ലെങ്കിൽ എങ്ങനെ നഴ്സിംഗ് പഠിക്കുന്നു എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ചിട്ട് ഞാൻ ഇപ്പോൾ ചെറുതായിട്ടൊരു വീഡിയോ എടുത്തതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിത് കഴിവതും നിങ്ങൾക്ക് ഉപകാരപ്പെടുവാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ലൈക്ക് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതുപോലെ ഉപകാരപ്പെടുവാണെങ്കിൽ ഇതുപോലെ ഞങ്ങൾ വരപ്പെടുന്ന വീഡിയോ വീണ്ടും വീണ്ടും ഇടുന്നതാണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, സപ്പോർട്ട് ചെയ്താലേ ഞങ്ങൾ ഇടത്തുള്ളൂ. അപ്പോൾ NOSനെ കുറിച്ചിട്ട് ഇനി ആർക്കെങ്കിലും മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ കാര്യം ഓക്കെ അല്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ആരെങ്കിലും ഒരാളെങ്കിലും കാണുകയാണെങ്കിൽ ആൾക്ക് അത്രയും ഉപകാരമായിട്ട് വെച്ചിട്ടാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.